അല്ലേ? എന്നാ പറ്റും. ഇത് ആരായിരിക്കും വരച്ചെന്ന് പറയും, ഒരു ഗസ്. ആരാ? ഞാനാ? ഓക്കെ ഓക്കെ. അതല്ലാണ്ട് വേറെ ആരെങ്കിലും ഗസ് ചെയ്യാൻ പറ്റില്ലല്ലോ? ഇതൊരു ആന വരച്ചു. ആന വരച്ചിട്ട് ആനയുടെ അപ്പം തന്നെ ഞാൻ വാങ്ങിയത്. പിടിച്ചു നോക്കിയാൽ അറിയാം ഇത് പെയിന്റ്. വിശ്വസിക്കാൻ പറ്റാണ്ട് അപ്പം തന്നെ ഞാൻ വാങ്ങിയത്. ആനയ്ക്ക് വരയ്ക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടുകൊണ്ട് അപ്പം തന്നെ ഞാൻ വാങ്ങിയതാണിത്. അപ്പൊ നിങ്ങൾക്കൊന്ന് നോക്കി, ഒരു ആനയ്ക്ക് വരയ്ക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? ആ, അപ്പൊ ഇനി എപ്പോഴെങ്കിലും പറ്റില്ലാന്ന് തോന്നുമ്പോ ഇതൊന്നും ആലോചിച്ചാൽ മതി. ആനയ്ക്ക് പറ്റുമെങ്കിൽ നമുക്കും പറ്റും, അല്ലേ? ഇല്ലേ? അത് എങ്ങനെ ആനയുടെ അച്ഛനും അമ്മയൊക്കെ ആർട്ടിസ്റ്റ് ആയിട്ടാണോ വരയ്ക്കുന്നത്? ആണോ? അല്ലല്ലോ, ട്രെയിനിങ് അല്ലേ? പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്തും പറ്റും, അല്ലേ? പറ്റില്ല തോന്നുന്ന കാര്യം വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പറ്റും. ചെയ്യാൻ പറ്റില്ലേ? താല്പര്യമുള്ളവരൊക്കെ എന്ത് കാര്യം, പാട്ടായാലും ഡാൻസ് ആയാലും ആർട്ടായാലും അത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കാം. എനിക്ക് പറ്റില്ല വിചാരിക്കും കേട്ടോ. കുറച്ച് കുട്ടികൾക്ക് മാത്രമുള്ളതല്ല സമ്മാനം, എല്ലാവർക്കും വേണം, അല്ലേ? സമ്മാനത്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പാർട്ടിസിപ്പേഷൻ, അല്ലേ? പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പങ്കെടുത്താൽ തന്നെ നമ്മുടെ ആത്മവിശ്വാസം കൂടും, അല്ലേ? ഗ്രേഡ് വേണമെന്നില്ല, ഗ്രേഡ് എയോ ബിയോ സിയോ എല്ലാം കണക്കാണ്, അല്ലേ? അതൊക്കെ നമ്മൾ അടുത്ത ആളുടെ ഇതും വെച്ച് നോക്കിയിട്ടാണ് അവർ ഗ്രേഡ് തീരുമാനിക്കുക. പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല, നമ്മളെല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഒന്ന് ശ്രമിക്കണം, അല്ലേ? അവധിക്കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് പഠിച്ചുകൂടെ? ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്ന എനിക്ക് കുറച്ച് പടം അയച്ചാൽ എത്ര ഭംഗിയായിട്ടാണ് നിങ്ങളൊക്കെ ഇതൊക്കെ വരച്ചതും ഉണ്ടാക്കിയതും. ആരോ ഇലക്ട്രിക്കൽ വർക്ക് വെച്ചിട്ട് ആരോ ചെയ്യുന്നുണ്ടായിരുന്നു. ഫാബ്രിക് പെയിന്റ്, പോട്ടറി, ക്ലേ മേക്കപ്പ്, എല്ലാം കണ്ടിട്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു. ഇത്രയും കൊച്ചു കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവധിക്കാലത്ത് എല്ലാവരും ചെയ്യാം. മനസ്സിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു അതുപോലെ പുസ്തകം വായന ഞാനത് വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ പണ്ടേ മാഷോട് പറഞ്ഞിട്ടുണ്ട്, പാരൻസിൻ്റെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കൊരു കൊച്ചു ലൈബ്രറി എല്ലാവർക്കും. എനിക്കറിയാം നിങ്ങൾക്ക് എന്തുമാത്രം വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ഞാനതിൻ്റെ അന്ന് വെക്കേഷൻ സമയത്ത് ഒരു ലാസ്റ്റ് ഡേ ബുക്ക് എടുത്തിട്ട് കൊടുത്തപ്പോൾ മിഠായി കൊടുക്കുന്നതിലും സന്തോഷത്തോടു കൂടി കുട്ടികൾ ബുക്ക് എടുത്തൊന്ന് വായിക്കുന്ന കണ്ടപ്പോൾ ആക്ച്വലി നമ്മൾ മാക്സിമം ബുക്കുകൾ കളക്ട് ചെയ്തവർക്കൊരു നല്ലൊരു ബുക്ക് സ്റ്റോൾ അല്ല ഒരു ലൈബ്രറി ഉണ്ടാക്കി കൊടുക്കണം. അപ്പം മാക്സിമം ബുക്കുകൾ കളക്ട് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. നിങ്ങളെല്ലാവരും വായിക്കാൻ റെഡിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ സ്കൂളും PTA എല്ലാവരും കൂടെ ഒന്ന് ശ്രമിച്ചാൽ നല്ലൊരു ബുക്ക് അവർക്ക് ആക്സസിബിൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തായാലും എടുത്ത് വായിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. കൺഗ്രാജുലേഷൻസ്. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത പ്രോഗ്രാമിൻ്റെ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യാം, സന്തോഷത്തോടു കൂടി ചെയ്യാം. സമ്മാനം ആർക്കായെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളെ സന്തോഷത്തോടു കൂടി ചെയ്യാം കേട്ടോ. എല്ലാവരും റെഡിയല്ലേ? കൊച്ചുമക്കളൊക്കെ റെഡിയല്ലേ? ആണോ? റെഡി. എക്സലന്റ്. ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ സമ്മാനദാനം കഴിഞ്ഞിട്ട് നമ്മുടെ എനിക്ക് സമ്മാനം നൽകി കഴിഞ്ഞിട്ട് ഇന്നലെ എന്തുണ്ടാവുന്ന മാഷി പറഞ്ഞത്, എന്തുണ്ടായിരിക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ എന്താണ് പറഞ്ഞത്? ഇന്ന് പതിവ് പോലെ സമ്മാനമൊക്കെ നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? സജി ടീച്ചർ ക്ലാസ് എടുക്കുന്ന പറയില്ലേ? എന്തായാലും അതുകൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ കാലൊന്നും കഴിക്കേണ്ട അധികം. അപ്പൊ കൊടുക്കാം. എന്ത് ശബ്ദില്ലാണ്ടിരിക്കോ? ഇങ്ങോട്ട് ഇപ്പൊ ഇപ്പുറത്തേക്ക് സംഗീക്ക് നിൽക്കാം. അല്ലെങ്കിൽ സൂര്യേട്ടത് ഇട്ട സൂര്യേട്ടന് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്.